വലതുകര വീഴ്ത്തി സന്തോഷത്തോടെ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ. ജീവിതത്തിലുള്ള സഹനങ്ങളെ ഓർത്ത് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശാലോം നൈറ്റ് വിജിറ്റ് ശുശ്രൂഷയിൽ പങ്കെടുത്ത് ദൈവം ഇടപെട്ട 2 സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിക്കുന്നത്. ഈ സാക്ഷ്യം എഴുതി ഇവിടെ തന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് വട്ടക്കുഴിയിൽ മാനന്തവാടി രൂപതയിൽപ്പെട്ട ദ്വാരക ഇടവാംഗമാണ് അദ്ദേഹം. എൻ്റെ മരുമകൾ സന്ധ്യ ജോബി ഇസ്രായേലിൽ പോകുവാൻ ആഗ്രഹിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും എന്ന നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. 2 മാസം കൊണ്ട് പോകുവാനും ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു. സർവശക്തനായ ദൈവത്തിന് 1000 നന്ദി. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ജോർജ് ഏട്ടൻ ഇവിടെ വന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ്. മോള് വിദേശ രാജ്യത്ത് പോകാൻ വേണ്ടി വന്ന് പ്രാർത്ഥിച്ചു, ദൈവം ഇടപെട്ടു. നമുക്ക് കരങ്ങളടിച്ച് ഒരിക്കൽ കൂടി ഒരു സന്തോഷത്തോടെ ആ കുടുംബത്തിൻ്റെ ആനന്ദത്തോട് ചേർന്ന് നിന്ന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. മറ്റൊരു സാക്ഷ്യം, എൻ്റെ മകന് UK ഹോട്ടൽ ഫീൽഡിൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഹോട്ടൽ മാനേജ്മെൻറ്റ് BHM ഡിഗ്രി കഴിഞ്ഞതാണ്. ഓഗസ്റ്റ് മാസത്തിൽ നൈറ്റ് വിജിൽ പ്രാർത്ഥന ചോദിച്ചിരുന്നു. കൂടാതെ ഈ നിയോഗത്തിന് വേണ്ടി 100 ശാലോം മാസിക വാങ്ങി വിതരണം ചെയ്യുകയും ചെയ്തു. ശാലോമിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വിസ വരികയും ഓഗസ്റ്റ് 19 UK പോവുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ശാലോം കൂട്ടായ്മയിലൂടെ ദൈവം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഒപ്പം ശാലോമിൻ്റെ ശുശ്രൂഷകൾ കൂടുതൽ ഉയർത്തി ഈശോയ്ക്ക് മഹത്വമുള്ളതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ബീന ML. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവരെ നൈറ്റ് വിജിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് മാസത്തെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ നിയോഗം വിശ്വാസത്തോടെ സമർപ്പിച്ചു. ഓഗസ്റ്റ് 19 തന്നെ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. നമുക്കൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മളിപ്പോൾ 2 സാക്ഷ്യങ്ങൾ കേട്ടു. ഈ 2 സാക്ഷികളിലും ദൈവം അത്ഭുതകരമായിട്ട് ഒരു കാലതാമസം ഇല്ലാതെ തന്നെ ദൈവം ഇടപെടുകയാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സ്നേഹപൂർവ്വം ഒന്ന് സമർപ്പിക്കാം. 2 കരങ്ങളും ഉയർത്താം. നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് പ്രിയമുള്ളവരെ. ഈ സമയം ഈ ശുശ്രൂഷ ചേരുന്നവരുണ്ട്. അനേകർ മധ്യസ്ഥ പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി കരമുയർത്തി നമുക്ക് യേശുവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ നന്ദി. ഹല്ലേലൂയ. 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 അത്ഭുതങ്ങളുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അനുഗ്രഹത്തിന്റെ ഉറവിടത്തിന് നന്ദി പറയാം. ദൈവമേ, നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, മനുഷ്യരുടെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങളെ ഒരിക്കലും കൈവിടാത്ത കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്ന ദൈവമേ, അങ്ങയുടെ തിരുഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിറവേറട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രവിക്കുന്നവനെ, മർത്യരുടെ പ്രാർത്ഥന ശ്രവിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന സമയമായത്. നമ്മുടെ ജീവിതത്തെ മുഴുവനായി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കണം. ഈശോ ആവശ്യപ്പെടുന്നുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നീ എന്നെ സ്നേഹിക്കുക. ബഹുമാനപ്പെട്ട ജെയിംസ് സംസന്റെ സാക്ഷ്യത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്വീകരിക്കാൻ. മുട്ടുമേൽ നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം സ്വീകരിക്കാം. ഈശോ എഴുന്നള്ളുമീ നിമിഷം
എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനെന്നിൽ ആഗതനാ സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. ഈശോ എഴുന്നള്ളുമീ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിന്നിൽ ആഗതനായി സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ. അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ എൻ സർവസ്വമേ. ഏകയായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയായി അരുതായി മകൾ ചെയ്തു പോയതോർക്കരുതേ. അലിവോടെ നിൻ മകളാക്കണേ ലോകപാത ഞാൻ വെടിയാം. ആരാധന 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 യേശുനാഥ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി, ആരാധന എല്ലാവരും ചേർന്ന് ആരാധന യേശുനാഥ. ആരാധന ആരാധന സോയേ ആരാധന യേശുനാഥ. ഹല്ലേലൂയ അമ്മേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുനാഥ. ഹല്ലേലൂയ ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുനാഥ. യേശുവേ ആരാധന. ഈശോയേ ആരാധന കർത്താവേ. ഈശോയേ ആരാധിക്കുന്ന നല്ല ദൈവമേ, സർവശക്തനായവനേ, ആരാധന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ജീവനുള്ള ഞങ്ങളുടെ ഈശോ, എൻ്റെ സജീവ സാന്നിധ്യം, ജീവനുള്ള ഈശോയുടെ സാന്നിധ്യം നീ അൾത്താരയിൽ ഞങ്ങളുടെ ഇടയിൽ നീ വെളിപ്പെടുത്തിയതിന് ഈശോയെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ മഹത്വം നൽകുന്നു. ഈശോയെ, നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ. ഈശോ, ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ നീ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നീ ഇങ്ങനെ
ജീവനോടെ എഴുന്നള്ളിയിരുന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും കണ്ണുകളിലേക്ക് നീ നോക്കുന്നുണ്ടല്ലോ കർത്താവേ. ഞങ്ങളിപ്പോൾ നിന്റെ പരിശുദ്ധ കുർബാനയുടെ ജീവനുള്ള ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുകയാണ്. ഞങ്ങൾക്ക് മറ്റൊരു ചിന്തകളുമില്ല, മറ്റൊരു വികാരങ്ങളും ഞങ്ങൾ അലട്ടുന്നില്ല, മറ്റൊരു അസ്വസ്ഥതകളും ഞങ്ങൾക്കില്ല. ഞങ്ങളിപ്പോഴുള്ളത് ഞങ്ങളുടെ ഈശോയുടെ മുമ്പിലാണ്, എൻ്റെ ഈശോയുടെ അടുത്ത്. ഈശോയെ, ഞങ്ങൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വളരാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് നിന്നോട് സ്നേഹമുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് പലപ്പോഴും ആത്മാർത്ഥതയില്ല. ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോഴും ഞങ്ങളുടെ അകത്ത് ആരാധനയില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണ് നിന്നെ ആരാധിക്കേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ദൈവം പ്രത്യക്ഷപ്പെട്ടു, ഞങ്ങൾ എങ്ങനെ നോക്കി നിൽക്കുന്നു. ഞങ്ങൾ മനുഷ്യരാണ് ഈശോ, എങ്ങനെ നിന്നെ ആരാധിക്കണം, എങ്ങനെ ഈ വെളിപ്പെടുത്തപ്പെട്ട ദൈവ സാന്നിധ്യത്തെ, ജീവനുള്ള ഈശോയെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഏത് വികാരത്തോടെ നിന്നെ എതിരേൽക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഈശോ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരുപാട് തകർന്നവരാണ് ഞങ്ങൾ. വല്ലാത്ത രീതിയിൽ സങ്കടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. കർത്താവേ, ഞങ്ങളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ഞങ്ങളുടെ അകത്തളങ്ങളിൽ നിന്റെ സാന്നിധ്യത്തിൻ്റെ ഒരാനന്ദം തരണമേ. ഞങ്ങൾ മറ്റൊന്നും ചോദിക്കുന്നില്ല ഈശോ. ഞങ്ങളായിരിക്കുന്നത് ജീവനുള്ള ഒരു ഈശോയുടെ മുമ്പിലാണെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് തരണം. അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ ആനന്ദഭരിതനാക്കണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ശ്രീയുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം നിറയട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ ഈശോ ഈശോ എൻ്റെ അടുത്തുണ്ടെന്നുള്ള വികാരത്തോടെ, ജീവനുള്ള ഈശോയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്തയോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ നമുക്ക് യാചനാപൂർവ്വം പിടിക്കാം. ഈശോയെ, ഞങ്ങൾക്കാരില്ല ഈശോ, ഈശോ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ ഈശോ. ഈശോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടണമേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ, ഈശോ ഇടപെടണമേ, ഈശോ ഇടപെടണമേ, ഈശോ ഇടപെടണമേ, ഈശോ ഈശോ നിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ,
സ്വർഗത്തിന്റെ ഭൂമിയുടെ മേൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സർവാധിപനായ സർവശക്തനായ ദൈവം, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മേൽ സർവാധികാരവുമുള്ള ഈശോ, എന്റെ ജീവിതത്തിലെ സകല തിന്മയുടെയും മേൽ അധികാരമുള്ള ഈശോ, ഈശോയുടെ അധികാരത്തിന്റെ മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. സർവത്തിനും അധികാരമുള്ളവരെ ഞങ്ങൾ ആരാധിക്കുന്നു. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താതി കർത്താവിനെ. എന്നെ കാലാകാലങ്ങളായി അലട്ടുന്ന തിന്മയ്ക്ക് മീതെ അധികാരമുള്ളവൻ, എന്നെ അലട്ടുന്ന പാപ പൈശാചിക ബന്ധനങ്ങളുടെ മീതെ അധികാരമുള്ള ഈശോ, എന്നെ അലട്ടുന്ന കൂടോത്ര അന്ധകാര ശാപബന്ധങ്ങളുടെ മീതെ അധികാരമുള്ള ഈശോ, എന്നെ അലട്ടുന്ന സർവ പൈശാചിക ബന്ധനങ്ങളുടെയും രോഗപീഠകളെയും തകർത്തെറിയുവാൻ അധികാരമുള്ളവനാണ് ഈശോ. വിശ്വസിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനേ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനേ. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നു. വിലാപത്തോടെ കുർബാനയുടെ മുന്നിലായിരുന്നു കൊണ്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇടപെട്ടുന്ന നിമിഷങ്ങളാണിത്. ഈശോയെ, നിന്റെ കുർബാനയിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് കരങ്ങൾ യാതനാപൂർവ്വം പിടിക്കാം. കുർബാനയുടെ ഈശോയുടെ മുന്നിൽ ഏറെ സ്നേഹത്തോടെ ഏറെ ഭക്തിയോടെ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, ഞങ്ങൾക്കാരുമില്ല ഈശോ,
ഞങ്ങളൊരു കുഞ്ഞുങ്ങളെ പോലെ നിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ സഹായത്തിനായി കേഴുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുടെ മീതെ, ഞങ്ങളുടെ സങ്കടക്കടലിന് മീതെ കർത്താവേ നീ ഉത്തരം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വല്ലാത്ത രീതിയിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മക്കൾ ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. വല്ലാത്ത രീതിയിൽ ഏകാന്തത അനുഭവിക്കുന്ന മക്കൾ ഈ സമയത്ത് ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, എൻ്റെ ഏകാന്തതയെ, ആത്മഹത്യാ ചിന്തയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, എൻ്റെ ആത്മഹത്യാ ചിന്തകളെ ഈശോയെ ഏറ്റെടുക്കണമേ. വല്ലാത്ത രീതിയിൽ ഉത്കണ്ഠ, ജീവിതത്തെക്കുറിച്ച് ജീവിത വ്യഗ്രതയാണ്, നിരാശയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒന്നും ചെയ്തിട്ടങ്ങ് ശരിയാകുന്നില്ല, എല്ലാവരാലും ഒറ്റപ്പെട്ട ജീവിത സാഹചര്യം, ആരും എന്നെ പരിഗണിക്കുന്നില്ല, എല്ലാവരാലും തഴയപ്പെടുന്നു, ആർക്കും വേണ്ടാത്തവനെ പോലെ, എല്ലാവരുടെയും പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേട്ട് ഈശോ വല്ലാതെ സംഘർഷങ്ങളിലാണ് ഞങ്ങൾ. ഒരുപാട് ആളുകളെ ചിരിച്ചു കാണിക്കുന്നുണ്ട്, പക്ഷെ അകത്ത് സങ്കടാണ് ഈശോ. പുറമേ മാന്യനാണ്, പക്ഷേ അകത്ത് കർത്താവേ വല്ലാത്ത സങ്കടക്കടലാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ. ഞങ്ങൾക്കൊന്ന് തുറന്നു പറയാൻ, ഞങ്ങൾക്കൊന്ന് സമർപ്പിക്കാൻ ഈശോ നീ മാത്രമേ ഉള്ളൂ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. ഞങ്ങൾ വന്നിരിക്കുകയാണ് ഈശോ, ഞങ്ങൾക്ക് ആശ്വാസം താ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ഞങ്ങൾക്കൊരല്പം ആശ്വാസം താ. നീ എത്ര തവണയാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സമാധാനം സമാധാനം എന്ന്, പക്ഷെ ഞങ്ങൾക്ക് സമാധാനം ഇല്ല ഈശോ. ഞങ്ങളുടെ അകത്ത് സമാധാനമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ. കുഞ്ഞേ, നീയേകനല്ല, ദുഃഖത്തിൻ്റെ താഴ്വരയിൽ കുഞ്ഞേ, നീയേകനല്ല, നിനക്കായി ഗെത്സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്, നിനക്കായി ഗെത്സമനിൽ പ്രാർത്ഥിച്ചവൻ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ, സഹനങ്ങൾ കൃപകളാക്കാം, യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ഈശോ നമ്മളെ ചേർത്ത് നിർത്തുകയാണ് ഒരു കുഞ്ഞിനെ പോലെ. സങ്കടപ്പെടല്ല മോനെ, നീ ദുഃഖിക്കരുതടാ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടരുതടാ, ഞാൻ നിന്റെ ദൈവമാണ്. ഈശോയെ, നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ, ഈശോയെ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹം ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവ് ഈ സമയം ഞങ്ങളുടെ ബന്ധനങ്ങളെ തോർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിനെ തുറവി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹരാഗത്യം, ആന്തരിക മുറിവ് അനുഭവിക്കുന്ന മക്കൾ ഹൃദയം തുറന്ന് ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ.
ഈശോ കുർബാനയിലെ ഈശോ അത് സ്നേഹാണ്. സ്നേഹം, ദൈവം സ്നേഹാണ്. ഈശോയെ, നിന്റെ സ്നേഹത്തിന്റെ കാറ്റ് വീശട്ടെ. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവ സ്നേഹത്തിന്റെ ചൈതന്യം ഒഴുകട്ടെ. കർത്താവേ, ഞങ്ങളിതാ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള അപ്പാ, ഒരപ്പൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, അമ്മ മറന്നാൽ സ്നേഹിക്കുന്നവനെന്ന് പറഞ്ഞ ദൈവമേ, അമ്മയുടെ സ്നേഹം അനുഭവിക്കുവാൻ കുർബാനയിലെ ഈശോ ഞങ്ങളെ സഹായിക്കണമേ. മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ ആലംബമില്ലാതലഞ്ഞപ്പോ ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. ഈശോ, ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരുപിടി ആളുകളുണ്ട്. ഞങ്ങളെ വഞ്ചിച്ചിട്ടുള്ളവരുണ്ട്, ഞങ്ങളെ ചതിച്ച് കടന്നവരുണ്ട്. അവൻ വിഷമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിരന്തരം എന്നെ കുത്തി മുറിവേൽപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് ഈശോ ഞാൻ ജീവിക്കുന്നത്. കർത്താവെ, ചില സമയത്ത് കൈവിട്ടു പോകുന്നുണ്ട് ഈശോ. കർത്താവെ, ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, വ്യക്തികളെ പരിപൂർണമായി ഈ സമയം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ആ വ്യക്തികളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അതാ പറഞ്ഞ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കുക, എനിക്കെതിരെ നിൽക്കുന്നവരെ നീ അനുഗ്രഹിക്കുക. എൻ്റെ അകത്ത് നിന്ന് അവർക്ക് തകർച്ചയുടെയോ പ്രതികാരത്തിൻ്റെയോ ശാപത്തിൻ്റെയോ വാക്കുകൾ വീഴരുത്. ഈശോ പറഞ്ഞു, നീ ശത്രുക്കളെ സ്നേഹിക്കോ. ഈശോ ഒരു വീടിൻ്റെ അകത്താണെങ്കിലും പരസ്പരം സംസാരിക്കാത്ത, വർഷങ്ങളോളം സംസാരിക്കാത്ത, കടുത്ത ശത്രുതയിൽ ഒരു ഭവനത്തിൽ തന്നെ കഴിയുകൂടുന്നവരാണ് കർത്താവേ ഞങ്ങൾ. പുറമേ വലിയ മാന്യന്മാരാണ്. ഈ സമയം നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള ബന്ധങ്ങളെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മക്കൾ, മാതാപിതാക്കന്മാർ, മരുമക്കൾ, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, സകലവിധ ബന്ധങ്ങൾ, വിവാഹത്തിലൂടെ ലഭിച്ച ജീവിത പങ്കാളി, മക്കൾ, എല്ലാവരെയും നമ്മൾ ഈ സമയം സമർപ്പിക്കുകയാണ്. ആദ്യം എൻ്റെ ഭവനം വിശുദ്ധീകരിക്കപ്പെടണം. ഈ സമയം ഞാൻ ശക്തമായ രീതിയിൽ നമ്മൾ ഓരോ ഭവനങ്ങൾ, ഇവിടെ അകത്തുള്ളവർ, നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന, ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കുർബാനയുടെ സാന്നിധ്യം ചാനലിലൂടെ കേൾക്കുന്നവർക്ക്, ഇവിടെ ഇരുന്ന് ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കുന്നവർക്കും അതിശക്തമായ രീതിയിൽ ഈശോയുടെ സാന്നിധ്യം ആലയത്തിൽ വെളിപ്പെട്ട്
കുടുംബത്തിലേക്ക് വെളിപ്പെട്ട് ഈശോയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ട് ഈശോ നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ ഈശോ അതിശക്തമായ രീതിയിൽ അനുഗ്രഹിക്കുന്നു. ഈശോ ഇടപെടുന്നു. നമ്മൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുർബാനയിലെ ഈശോ, കുർബാനയിലെ ഈശോ. ഈശോയെ ഇടപെടണമേ. ഈശോയുടെ ശക്തി വ്യാപരിക്കട്ടെ. നാഥ കരുണ തോന്നണേ, അനുഗ്രഹിക്കണേ. നാഥ അനുഗ്രഹിക്കണേ, കരുണ തോന്നണേ. നാഥ കരുണ തോന്നണേ, അനുഗ്രഹിക്കണേ. നാഥ അനുഗ്രഹിക്കണേ. ഈ സമയം നമ്മൾ കണ്ണുകളടച്ച് കരങ്ങൾ സ്വർഗത്തോട്ട് ഉയർത്തുകയാണ്. എല്ലാവരും കുർബാനയുടെ മുന്നിൽ നമ്മൾ ഇരു കരങ്ങളും ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും കർത്താവെ, ഞങ്ങളെ അലട്ടുന്ന സർവ്വ പൈശാചിക പീഡകളെ ഞങ്ങളിതാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കെതിരെ അടിമത്ത സ്വഭാവമുള്ള പാപവൈകല്യങ്ങളാൽ പിശാചി ഞങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആത്മീയമായി വളരാൻ പറ്റുന്നില്ല. ഒരു പരിധി വിട്ട് ഈശോയിലേക്ക് ഇറങ്ങി വരാൻ ഞങ്ങൾക്കാവുന്നില്ല. അതോടൊപ്പം ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഞങ്ങളുടെ വളർച്ചയുടെ മേഖലകളിൽ തിന്മ കെട്ടിയിട്ടിരിക്കുന്ന മേഖലകളുണ്ട്. എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ മക്കളെ വിശ്വാസരാഹിത്യ യുക്തിചിന്തകൾ, തെറ്റായ പ്രേമബന്ധങ്ങൾ, ജഡിക വൈകല്യങ്ങൾ, നിരീശ്വരവാദ ചിന്തകൾ, അശുദ്ധ കൂട്ടുകെട്ടുകൾ, കർത്താവേ, ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ മക്കളെ, അനുസരണമില്ലാത്ത ഞങ്ങളുടെ തലമുറയെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളിൽ കുടികൊള്ളുന്ന, യുവതലമുറകളിൽ കുടികൊള്ളുന്ന, സ്കൂൾ വിദ്യാർത്ഥിനികളിൽ കുടികൊള്ളുന്ന, കൗമാരക്കാരിൽ കുടികൊള്ളുന്ന സർവ്വവിധ പാപബന്ധനങ്ങളെയും സർവ്വവിധ പൈശാചിക അടിമത്തങ്ങളെയും കർത്താവേ, ഞങ്ങൾ ഇതാ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ നിന്ന് വലിയൊരു സമൂഹം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ശക്തികൾ ദൂരെ പോകട്ടെ, സാത്താന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക ശക്തികളുടെ സാമ്രാജ്യങ്ങൾ തകരട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ, ദുഷ്ടാരൂപി നീങ്ങിപ്പോകട്ടെ, പാപബന്ധനങ്ങൾ അഴിയട്ടെ, തെറ്റായ ബന്ധങ്ങൾ തകരട്ടെ. ഈശോയെ, ഈശോ, ഈശോയെ വിശ്വസിച്ചോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ ഞങ്ങളുടെ യുവതലമുറയെ അസ്വസ്ഥപ്പെടുത്തുന്ന സർവ്വതിന്മകളും സർവ്വന്ധകാര ശക്തികളും സർവ്വ പാപബന്ധനങ്ങളെയും യേശുവിന്റെ അധികാരത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലയഴിയട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലയഴിയട്ടെ. ഈശോയെ, മരണത്തെ ജയിച്ചവനെ, ഈശോയെ, മരണത്തെ ജയിച്ചവനെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ
തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഈശോ, നീയാണ് ഞങ്ങളുടെ അധികാരി. നീയാണ് ഞങ്ങളുടെ ദൈവം. കർത്താവേ, നീ മാത്രമേ ഉള്ളൂ. നീ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ദൈവം. ഈശോ, നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അധികാരി, ഭരണകർത്താവ്. കർത്താവെ, നിന്റെ പീഡാനുഭവ മരണ ഉത്ഥാനം വഴിയായിട്ടാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. കർത്താവെ, ഞങ്ങൾ വലിയ ദാഹത്തോടെ വലിയ ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുർബാനയിലെ ഞങ്ങളുടെ ഈശോ, കുർബാനയിലെ ജീവനുള്ള ഈശോ, ഞങ്ങളുടെ ബന്ധങ്ങളുടെ മേൽ നീ കൃപ വർഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, സ്നേഹിക്കുവാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അകത്ത് കിടക്കുന്ന ഈഗോ, അഹങ്കാരത്തെ ഈശോ എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് എളിമ എന്ന പുണ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ എളിമ എന്ന പുണ്യം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാണ് വലുത്? ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. ഈശോ, അഹങ്കാരത്തിൻ്റെ അരൂപിയെ, അതിൽ നിന്നുണ്ടാകുന്ന ഭിന്നതയുടെ അരൂപിയെ കർത്താവെ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടോത്ര മന്ത്രവാദ ശക്തികൾ ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. കർത്താവേ, കുർബാനയുടെ ശക്തിയാൽ, ജീവനുള്ള ഈശോയുടെ ശക്തിയാൽ, ഈശോയുടെ സർവ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ മുറികളെയും ഞങ്ങൾ ആശീർവദിക്കുന്നു. കർത്താവേ, ഇത് നിന്റെ ഭവനമാണ്. നീയാണ് ഇതിൻ്റെ അധികാരി. കർത്താവേ, ഭവനത്തിലുള്ള അന്ധകാരങ്ങൾ എടുത്തു മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിന് വലിയൊരു വെളിച്ചം വീടിൻ്റെ അകത്തേക്ക് വീശട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാൻ, വീടിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഒരു സമാധാനം കർത്താവേ അത് ഞങ്ങൾക്ക് തരണം. നിന്റെ ഭവനം അത് പ്രാർത്ഥനകൾ ഉയരുന്ന ഒരിടമായി മാറണം. കർത്താവേ, ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് മദ്യപാനമോ, ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് മറ്റ് പാപങ്ങളുടെ ആസക്തികളോ ഈശോയെ ഉണ്ടാകാൻ അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ മീതെയുള്ള സർവബന്ധനങ്ങളെയും കെട്ടുകളും ഈശോയെ ഈ സമയത്ത് അഴിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളായിട്ടുള്ളവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ICUവിൽ, ആശുപത്രികളിൽ മാറാ രോഗങ്ങളാൽ സങ്കടം അനുഭവിക്കുന്നവരെ, വലിയ രീതിയിൽ പണം മുടക്കി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവര്, വലിയ അപകടങ്ങൾ ഉണ്ടായി ആശുപത്രിയിൽ കഴിയുന്നവര്, ആ വലിയ ഓപ്പറേഷനിൽ വിധേയമാകുന്നവര് മുഴുവനായും ഈ സമയത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുർബാനയിലെ ഈശോയെ, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി. കർത്താവേ, ഈ സമയം രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന ഈശോ,
ഒരു ഭവനമില്ലാതെ സങ്കടപ്പെടുന്ന ആൾ ഈശോ ഈ സമയം പ്രാർത്ഥിക്കുന്നു. വല്ലാത്ത രീതിയിൽ മാനസിക സംഘർഷങ്ങൾ കടന്നു പോകുന്ന വ്യക്തികൾ, കർത്താവ് ഇവരെല്ലാം ഈ സമയം അനുഗ്രഹിക്കുകയാണ്. വിശ്വാസത്തോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം നിറങ്ങി ഈശോയെ, ഞങ്ങളുടെ വിലാപങ്ങളെ, ഞങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപഷിക്കുക. കരങ്ങൾ യാതനാപൂർവ്വം പിടിച്ച് ഈ സമയത്ത് അത് അളവില്ലാത്ത വിധത്തിൽ ഈശോയുടെ ശക്തി വ്യാപരിക്കുന്ന സമയമാണ്. കുർബാനയിലെ ഈശോയുടെ കൃപ നമുക്ക് മനസ്സിലാകുന്നതിനും അപ്പുറം മേഘം താണിറങ്ങുന്നത് പോലെ ആലയത്തിലേക്ക് താന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അളവില്ലാത്ത വിധത്തിൽ ദൈവിക ചൈതന്യം ഈ ആലയത്തിലേക്ക് വ്യാപരിക്കുകയാണ്. ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നീ ഇടപെടണമേ, ഈശോയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഈശോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുർബാനയുടെ ഈശോയുടെ അഭിഷേകം, കുർബാനയുടെ ഈശോയുടെ കൃപ അതിശക്തമായ രീതിയിൽ ഈശോ ഇടപെടണമേ, 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 ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലപിച്ച് പ്രാർത്ഥിക്കുന്നു, സങ്കടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇടപെടണമേ, 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 ഇടപെടണമേ. സമയം നമുക്ക് കരങ്ങൾ യാതനാപൂർവ്വം പിടിക്കുന്നു, കണ്ണുകളടയ്ക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കുർബാനയിലെ ഈശോയുടെ കൃപ, കുർബാനയിലെ ഈശോയുടെ ശക്തിയാൽ കർത്താവ് ഈ ദേശത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ ആത്മീയ വളർച്ചയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അനുസരണക്കേടിൻ്റെ അരൂപികളെ എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ മനസമാധാനം തകർക്കുന്ന കർത്താവെ, ഞങ്ങൾക്ക് വിശ്വാസത്തിൽ വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങളെയും കർത്താവെ ഈ സമയം ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കുർബാനയുടെ ജീവനുള്ള ഈശോയുടെ ശക്തിയാൽ കർത്താവിൻ്റെ മുറിവിൻ്റെ യോഗ്യതകളാൽ കർത്താവെ ഞങ്ങളുടെ സഹനങ്ങളെ, കർത്താവെ ഞങ്ങളുടെ കണ്ണുനീരിനെ ആനന്ദ കണ്ണുനീരാക്കി ഞങ്ങളുടെ സന്തോഷങ്ങളെ നീ ആനന്ദമാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ നിൻ്റെ സന്തോഷം കുർബാനയുടെ ആശീർവാദ സമയത്ത് അതിശക്തമായ രീതിയിൽ ഈശോയുടെ കൃപ വ്യാപരിക്കും. കുർബാനയിലെ ഈശോയെ ആശീർവദിക്കുന്ന സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതുപോലെ തന്നെ ഈ സമൂഹത്തെ ഈശോ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നുള്ള വികാരത്തോടെ കുർബാനയുടെ ഈശോയുടെ ആശീർവാദം ഈ സമയം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൽ നുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ.